കേരളത്തിന്റെ സൂര്യൻ അസ്തമിക്കാത്ത ആവേശം, ഇരട്ടച്ചങ്കൻ, ക്യാപ്റ്റൻ, ഈ വിശേഷണങ്ങളൊക്കെ കേട്ട് നമ്മൾ മടുത്തതാണ്. പക്ഷെ ഇന്ന് ആ ക്യാപ്റ്റൻ ഓടിച്ച കപ്പൽ ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? കടലിലല്ല, അറബിക്കടലിന്റെ ആഴങ്ങളിലുമല്ല, മറിച്ച് തോൽവിയുടെ ഒരു വലിയ പടുകുഴിയിലാണ്. എന്റെ ഇന്നത്തെ ചോദ്യം, ഇനി CPM-ന് കേരളത്തിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടോ? ഇവിടെയും ഈ കനൽത്തരി കെട്ടണഞ്ഞോ? ഒരു കാലത്ത് CPM എന്നാൽ പിണറായി, പിണറായി എന്നാൽ CPM, ഇങ്ങനെ വിശ്വസിച്ചിരുന്ന അണികൾ ഇന്ന് പരസ്പരം ചോദിക്കുന്നത് ഒരേയൊരു കാര്യമാണ്, നമ്മളെ ഇങ്ങനെ നാട്ടിക്കണമായിരുന്നോ? ഇന്ന് കേരളം ഒന്നടങ്ക് മുറ്റുനോക്കുന്നത് തിരുവനന്തപുരത്തെ AKG സെന്ററിലേക്കാണ്. അവിടെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട്. സാധാരണ യോഗമല്ല, പാർട്ടിയെ ഈ ഗതിയിലാക്കിയ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ഇനി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അണികളെല്ലാം പറയുന്നുണ്ട്, യോഗം കഴിഞ്ഞിട്ടും അണികൾ പറയുന്നുണ്ട്, പിണറായി പ്രതിപക്ഷത്തിരുത്തണ്ട, ഭരണത്തിലിരുന്ന പാർട്ടിയെ പണ്ടാരമടക്കിയ ആൾ ഇനി പ്രതിപക്ഷത്തിരുന്ന സർക്കാരിനെ വിറപ്പിക്കുമോ അതോ ജനങ്ങളെ ചിരിപ്പിക്കുമോ എന്നൊക്കെയാണ് അണികൾ തന്നെ ചോദിക്കുന്നത്. അപ്പൊ ബാലഗോപാൽ വരുമോ അതോ മരുമകൻ വരുമോ? പിണറായിയുടെ ധാർഷ്ട്യം കേരളത്തെ എങ്ങോട്ടേക്കാണ് എത്തിച്ചത്? അതുപോലെ ഇനി ഇവിടെ കനൽത്തരി തെളിയുമോ? ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഇരിക്കണം. കാരണം പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പതനത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇത് കേരള രാഷ്ട്രീയത്തിലെ ഒരു വൻ സ്ഫോടനത്തിന്റെ കഥയാണ്. നമുക്ക് കുറച്ചു വർഷം പിറകിലോട്ട് പോകാം. 2021 പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചത് താൻ അജയ്യനാണെന്നാണ്. ഇരട്ടച്ചങ്കൻ എന്ന ലേബലിൽ അദ്ദേഹം നടന്നു നീങ്ങിയപ്പോൾ പിന്നിൽ ഒരു വലിയ പട തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ 5 വർഷം കഴിഞ്ഞപ്പോൾ ആ ചങ്കിലെ കാറ്റ് പോയ അവസ്ഥയാണ് കാര്യങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ വൻ പരാജയം, 20-ൽ 19 സീറ്റും പോയി എന്ന് മാത്രമല്ല, വോട്ട് വിഹിതത്തിൽ തന്നെ വന്ന ആ ഒരു ഇടിവ്, അതായത് 2024 കാര്യമാണ് പറയുന്നത്. ദൈവമേ, കമ്മ്യൂണിസ്റ്റ് കോട്ടകളെന്ന് വിളിക്കപ്പെട്ട പാലക്കാടും ആലത്തൂരും കണ്ണൂരും ഒക്കെ അന്ന് തകർന്നടിഞ്ഞ കാഴ്ചയാണ് കണ്ടത്. ഒരൊറ്റ സീറ്റാണ് നേടിയത്. എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണ് പോലും. അവരൊരിക്കലും അവരുടെ തെറ്റ് സമ്മതിച്ചു തന്നില്ല കേട്ടോ. ജനങ്ങൾക്കല്ല മിസ്റ്റർ വിജയൻ, നിങ്ങളെ വിശ്വസിച്ച പാർട്ടി അണികൾക്കാണ് തെറ്റിയത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ആണയിട്ട് പറഞ്ഞിട്ട് ഒടുവിൽ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകി ഇന്ന് പാർട്ടി എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ആ ഒരു കാഴ്ചയ്ക്ക് മുന്നിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇപ്പോ ക്യാപ്റ്റൻ എവിടെയായിരുന്നു? ഹെലികോപ്റ്ററിൽ ആകാശത്തിലൂടെ നടക്കുകയായിരുന്നു, അമേരിക്കയ്ക്ക് ടൂർ പോവുകയായിരുന്നു. താഴെ മണ്ണിൽ കിടക്കുന്ന അണികളുടെ വേദന കാണാൻ ആ കണ്ണടയുടെ പവർ പോരാതെ പോയി. അതോ കണ്ടിൽ നിന്ന് അടിച്ചതാണോ എന്നും നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ പ്രധാന ചർച്ച പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പ്രതിപക്ഷ നേതാവാകുമോ എന്നതായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട്. ഭരണത്തിലിരുന്നപ്പോൾ നിയമസഭയിൽ ചോദ്യം ചോദിക്കുന്ന പ്രതിപക്ഷത്തെ നോക്കി കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളോട് എവിടെയെങ്കിലും പോയിന്ന് മൈക്കിനെ പോലും ചീത്ത വിളിച്ചൊരു മനുഷ്യൻ നാളെ പ്രതിപക്ഷ ബെഞ്ചിലിരുന്ന് ചോദ്യം ചോദിക്കുന്നത് ആലോചിച്ച് നോക്കൂ. സ്പീക്കറോട് അദ്ദേഹം പറയുമായിരിക്കും, താൻ മിണ്ടാതിരിക്കണോ എന്ന്. ചിലപ്പോ ഇനി വരാൻ പോകുന്ന മുഖ്യനോടും അയാൾ പറയും, ഞാൻ പറഞ്ഞിട്ട് താൻ പറഞ്ഞാൽ മതി, ഇതൊക്കെ അവിടെ എന്ന് പറയുന്ന ധാർഷ്ട്യമാണ് അദ്ദേഹത്തിൻ്റെത്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് നമ്മൾ വിളിക്കുന്ന നിയമസഭയിൽ ജനാധിപത്യത്തെ പുല്ലുപോലെ കരുതിയ ഒരാൾ പ്രതിപക്ഷ നേതാവാകുന്നത് ചരിത്രത്തിലെ തന്നെ വലിയൊരു വൈരുദ്ധ്യമായിരിക്കും. അതുപോലെ തന്നെ ഒരു തലമുറയ്ക്ക് പറഞ്ഞു ചിരിക്കാനുള്ള കോമഡിയുമായിരിക്കും. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് താഴെ ഇറങ്ങാൻ മടിയുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു റീബ്രാൻഡിംഗ് നീക്കം നടക്കുന്നത്. തോറ്റവനെന്ന് വിളിക്കാതെ പ്രതിപക്ഷ നേതാവെന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാനുള്ള പാർട്ടിയുടെ ശ്രമം എന്തായാലും കൊള്ളാം. പക്ഷെ പാർട്ടിയിലെ അണികൾക്ക് തന്നെ, മുതിർന്ന നേതാക്കൾക്കടക്കം, CPI-ക്കടക്കം ഇതിനോട് എതിർപ്പാണുള്ളത്. ജനങ്ങൾ ഇത് കാണുന്നില്ലേ? പിണറായി മാറിയാൽ പകരം ആര്? ഇനി KN ബാലഗോപാലിന്റെ പേരാണ് ഉയർന്ന് കേൾക്കുന്നത്. പാവം ബാലഗോപാൽ കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കി ജനങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരി നികുതി കൂട്ടിക്കൂട്ടി ജനങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിച്ച അതേ ധനമന്ത്രി തന്നെ. പിണറായിയുടെ വലങ്കയായി നിന്ന് ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവൻ ബാലഗോപാലിന്റെ തലയിൽ ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് പിണറായി സേഫാക്കാൻ നോക്കുകയാണ്. നിയമസഭയിൽ പാർട്ടിയെ നയിക്കാൻ ബാലഗോപാലിന് കഴിയുമോ? അതിനും മാത്രമുള്ള കരുത്തൊക്കെ ആ മനുഷ്യനുണ്ടോ? എനിക്ക് ആ മനുഷ്യനെ കാണുമ്പോൾ പാവം തോന്നാറാണുള്ളത്. പിണറായിയുടെ ആ നിഴലിൽ നിന്ന് മാറാൻ ബാലഗോപാലിന് സാധിക്കൂ? അതോ പിണറായി റിമോട്ട് കൺട്രോൾ കയ്യിൽ വെച്ച് ബാലഗോപാലിനെ പ്രവർത്തിപ്പിക്കുമോ? അതോ ഇനി മരുമകൻ എഫക്റ്റ് ആണോ സംഭവിക്കാൻ പോകുന്നത്? മുഴുവൻ ഒരു ചോദ്യചിഹ്നമാണ്. CPM-നുള്ളിലെ വിഭാഗീയത ആർക്കും പിണറായിയെ എതിർക്കാൻ ധൈര്യമില്ല. സത്യം പറഞ്ഞാൽ ബാലഗോപാൽ വന്നാലും അദ്ദേഹം ചെയ്യുക പിണറായിയുടെ കൽപ്പനകൾ അനുസരിക്കുക എന്നത് മാത്രമായിരിക്കും.
ഇതിനെയാണോ നിങ്ങൾ മാറ്റമെന്ന് വിളിക്കുന്നത്? ഇതുവരെ അവർ തോറ്റ കാര്യം സമ്മതിച്ചു തന്നിട്ടില്ല, ഏതോ തെറ്റും സമ്മതിച്ചിട്ടില്ല, ജനങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഒരു മുന്നണി ഇനി എങ്ങോട്ടെത്താനാണ്? പിന്നെ മരുമകൻ, വീണ വിജയന്റെ എക്സാലോജി കമ്പനി, കരിമണൽ കർത്തിയുടെ മാസപ്പടി, ഇതെല്ലാം പുറത്തു വന്നപ്പോൾ പിണറായി വിജയൻ കാണിച്ച ആ ഒരു മൗനം, ആ മൗനമാണ് പാർട്ടിയുടെ അന്തകനായത്. അതുപോലെ തന്നെ സ്വജനപക്ഷപാതം വേറെ, അഴിമതിക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സ്വന്തം മകളുടെ അഴിമതിക്ക് കുട പിടിക്കുന്നത്, പിന്നെ 10 വർഷം അടുപ്പിച്ച് ഭരിച്ചപ്പോൾ കാട്ടിക്കൂട്ടിയ കൊള്ളരുതായ്മകൾ, ഇതൊക്കെ കണ്ടപ്പോൾ സാധാരണക്കാരായ സഖാക്കൾക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിനെ വളർത്താൻ വേണ്ടി എത്രയെത്ര മുതിർന്ന നേതാക്കളെയാണ് അദ്ദേഹം വെട്ടിമാറ്റിയത്. പിണറായി വിജയൻ വെട്ടിനിരത്തിയത് സത്യം പറഞ്ഞാൽ പാർട്ടിയുടെ മുതൽക്കൂട്ടുകളെയായിരുന്നു. പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടവർ, ജയിലിൽ പോയവർ, പണിയെടുത്തവർ, പാർട്ടിയെ ഈ നിലയിലേക്ക് ആക്കിയവർ, അവരെയൊക്കെ മാറ്റി നിർത്തി മരുമകനെ അടുത്ത് മുഖ്യമന്ത്രിയാക്കാൻ നടത്തിയ നീക്കം പാർട്ടിക്കുള്ളിൽ വലിയൊരു അഗ്നിപർവ്വതം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ അഗ്നിപർവ്വതം ഇങ്ങനെ പുകഞ്ഞു തുടങ്ങിയാണ് ഈ അവസ്ഥയിലായത്. ഈ കഴിഞ്ഞ യോഗത്തിൽ ആരെങ്കിലും അത് ചോദിക്കുവോ? അതോ റിയാസിനെതിരെ ശബ്ദിച്ചാൽ അവന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുമെന്ന് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നത്. AKG സെന്ററിനുള്ളിലെ ഈ ഒരു മൗനം അല്ലെങ്കിൽ ഈ ഒരു പുകച്ചിൽ, അതിന് കാരണം പിണറായി വിജയന്റെ ധാർഷ്ട്യം തന്നെയാണ്. പിണറായി വിജയന്റെ ഏറ്റവും വലിയ ശത്രു അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ്. മാധ്യമങ്ങളോട് പെരുമാറുന്ന രീതി നോക്കൂ. ചോദ്യങ്ങൾ ചോദിച്ചാൽ മൈക്ക് തട്ടി മാറ്റി പരിഹസിക്കുക. അതുപോലെ തന്നെ സ്വന്തം അണി പോലും ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ നേതാവാണിത്. പ്രസ് ഫ്രീഡം എന്ന് ഡൽഹിയിൽ പോയി പ്രസംഗിക്കുന്നവർ കേരളത്തിൽ മാധ്യമ പ്രവർത്തകരെ ശത്രുക്കളായി കാണുന്നു. ഇവർ തെറ്റ് മാത്രം ചെയ്ത് കൂട്ടിയത് കൊണ്ട് മറുപടി പറയാനൊന്നുമില്ല. അതാണ് സംഭവം. ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഭരണാധികാരിയായി പിണറായി മാറി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് പകരം പിണറായി ചുറ്റും ഗുണ്ടകളെയും പോലീസിനെയും നിരത്തി. നമ്മൾ കണ്ടതല്ലേ നവകേരള യാത്രയിൽ സംഭവിച്ചത്. ആ ക്രൂരതകളെല്ലാം തന്നെ കറുത്ത മാസ്ക് വെച്ചവനെ പോലും അറസ്റ്റ് ചെയ്യുന്ന ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം കണ്ടത്. ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്നവർ എന്തിനാണ് ഇത്രയും പോലീസുകാരെ കൂടെ കൊണ്ട് നടക്കുന്നത്? പേടിയല്ലേ സാർ അത്? ഇന്ന് AKG സെന്ററിൽ നടക്കുന്നത് വലിയൊരു നാടകമാണ്. തോൽവിയെക്കുറിച്ച് ഗൗരവമായ ചർച്ച നടക്കുമെന്ന് അവർ പറയും. പക്ഷേ അവിടെ നടക്കുന്നത്, പുറത്തു വരുന്നത് എന്തായിരിക്കും? ഭരണത്തിൽ ചില പാഴച്ചകൾ ഉണ്ടായി, അത് തിരുത്തും. ഈ സ്ഥിരം പല്ലവി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്ന്. ആരാണ് തിരുത്തേണ്ടത്? തിരുത്തേണ്ട ആൾ തന്നെയാണല്ലോ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. പിണറായി വിജയനെ മാറ്റി നിർത്തി ഒരു ചർച്ച നടത്താൻ CPM-ൽ നിന്ന് ആർക്കെങ്കിലും തന്റെ ഇടമുണ്ടോ? MV ഗോവിന്ദന് കഴിയുമോ? അതോ P ജയരാജനെ പോലെയുള്ളവർ വായ തുറക്കുമോ? ഇതിനൊന്നും മറുപടികളില്ല. ശരിക്കും പറഞ്ഞാൽ CPM ഇന്നൊരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ആ വ്യക്തിയാണെങ്കിൽ CPM-നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ കേന്ദ്രത്തിലെ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധി ചാരനായ അവസ്ഥയാണ് ഇവിടെ പിണറായി. ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ എന്തായാലും കേരളത്തിലും വരാൻ അധിക സമയമൊന്നും വേണ്ട. പിണറായി വിജയൻ ഈ കപ്പൽ മുക്കിയിട്ടേ അടങ്ങും. ഇത് ഉറപ്പിച്ച മട്ടാണ്. ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളം ഇന്ന് കടക്കണിയിലാണ്. ശമ്പളം കൊടുക്കാൻ പണമില്ല, പെൻഷൻ കൊടുക്കാൻ പണമില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാനും ധൂർത്തടിക്കാനും ഇഷ്ടം പോലെ പണമുണ്ട്. അപ്പോൾ പിണറായി വിജയൻ രണ്ടും കൽപ്പിച്ചാണ്. എന്തിനെ കുറിച്ചാണെന്നല്ലേ? പാർട്ടിയെ ഇല്ലാതാക്കി ഈ കനൽത്തരിയെ കെടുത്താൻ വേണ്ടി, അതിലേക്ക് വെള്ളം ഒഴിച്ച് പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി അണികളെല്ലാവരും വരും വർഷങ്ങളിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് ഓടിക്കയറിക്കോ. നിങ്ങൾക്ക് രാഷ്ട്രീയ ഭാവി വേണമെങ്കിൽ മതി. നിങ്ങൾ ഈ പ്രത്യയശാസ്ത്രവും കെട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അനുഭവിപ്പിച്ചേ നമ്മുടെ പിണറായി ചങ്കൻ അടങ്ങും. നികുതി ഭാരം കൊണ്ട് ജനങ്ങൾ നടുവടിഞ്ഞ് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ആഡംബരത്തിന് യാതൊരു കുറവുമില്ല. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ ഇവിടെ നിയമസഭയെ വിറപ്പിക്കും എന്നാണ് പറയുന്നത്. അണികൾ എന്തായാലും കണ്ടു തന്നെ അറിഞ്ഞോളൂ. നിങ്ങളുടെ പാർട്ടിയുടെ അവസാന നാളുകൾ അന്ത്യകൂദാശ കൂടാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കോളൂ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യും. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്താം. നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.